ഹലോ, വെൽക്കം ടു മൈ ചാനൽ. യുകെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിലും ജോലി നിയമങ്ങളിലും ഒക്കെ വളരെയധികം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുകെയിലെ ഒരു പുതിയ നിയമം വരുന്നത് ആഴ്ചയിൽ 5 ദിവസം എന്നുള്ളതിന് പകരം ആഴ്ചയിൽ 4 ദിവസമായിട്ട് ജോലി ദിവസങ്ങൾ, വർക്കിംഗ് ഡേയ്സ് കുറയ്ക്കുവാനുള്ള ഒരു നിയമമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ 5 ദിവസം കൊണ്ട് ചെയ്യുന്ന അവേഴ്സൊക്കെ 4 ദിവസം കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം എംപ്ലോയേഴ്സിനാണേലും ഇങ്ങനെയുള്ള വർക്കിംഗ് പാറ്റേൺ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ എംപ്ലോയീസിന് ജോലിക്കാർക്കാണേലും ഇങ്ങനെയൊരു വർക്കിംഗ് പാറ്റേണിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇപ്പം സാധാരണ ഓഫീസ് അവേഴ്സൊക്കെ മൺഡേ ടു ഫ്രൈഡേ ആണ്. അതിനി മൺഡേ ടു തേഴ്സ്ഡേ ആക്കി കുറിച്ച് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഹോളിഡേയ്സ് ആക്കി മാറ്റാൻ പറ്റും. അപ്പം ഇപ്പോൾ ഒരു എംപ്ലോയർ തീരുമാനിക്കുക നമ്മൾ മൺഡേ ടു തേഴ്സ്ഡേ ആക്കുവാനാണെന്ന് ഉള്ള ഇത് അവരുടെ ഒരു താല്പര്യമെങ്കിൽ അവർക്ക് അങ്ങനെ ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് ഇപ്പം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓഫ് വേണം, എനിക്ക് മൺഡേ ടു തേഴ്സ്ഡേ ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കത് റിക്വസ്റ്റ് ചെയ്യാം. അത് ശരിക്കും അവർക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള നിയമമാണ് ഇപ്പം വരുന്നത്. നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്. യുകെയിലെ ജോലി സ്ഥലത്തുള്ള വർക്കിംഗ് ഫ്ലെക്സിബിൾ അവേഴ്സ്, അതായത് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിട്ടും അനുവദിച്ചു കൊടുക്കാനുള്ള പുതിയ ഒരു പാറ്റേൺ ഓഫ് വർക്കിങ്ങും കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഉണ്ടെങ്കിലും കാര്യമായിട്ടുള്ള എല്ലാവർക്കും അത് കിട്ടണമെന്നുള്ള നിർബന്ധമില്ല. അവരെ ഡിപ്പെൻഡ് അപ്പോൺ ദ എംപ്ലോയർ, അതായത് അവർക്ക് അത് അക്കോമഡേറ്റ് ചെയ്യാൻ, അതിൽ അവരുടെ എംപ്ലോയർക്ക് ആ ജോലി സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് അവരെ അനുവദിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് നമുക്ക് എംപ്ലോയിക്ക്, അതായത് ജോലിക്കാർക്ക് അത് റിക്വസ്റ്റ് ചെയ്യുകയും അത് നിർബന്ധമായിട്ടും എംപ്ലോയേഴ്സ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. അപ്പം മോർ വർക്കിംഗ് ഫ്ലെക്സിബിൾ അവേഴ്സ് വരുമ്പോഴത്തേനും കൂടുതൽ ആൾക്കാരെ ജോലിയിലേക്ക്, ഇപ്പം ജോലിക്കൊന്നും പോകാതിരിക്കുന്ന ആൾക്കാരെയും ജോലിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. കാരണം കുട്ടികളും ഒക്കെ ഉള്ളവരെ, കൂടുതലും കുട്ടികളെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, സ്കൂളിൽ വിടാനും കൊണ്ടുവരാനും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെ ജോലിക്ക് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഫ്ലെക്സിബിൾ അവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവരെയൊക്കെ ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവരെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ NHSൽ 3 ദിവസത്തെ ജോലി, അതായത് 12 മണിക്കൂർ വെച്ച് 3 ദിവസമായിട്ട് ജോലി സമയം ചുരുക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ 3 ദിവസം ജോലിയും 4 ദിവസം ഓഫും ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം നമുക്ക് കൂടുതൽ ഓഫ് ടൈം കിട്ടുകയും നമുക്ക് ഫാമിലിയോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുകയും നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആകും. പക്ഷേ ഓഫീസ് വർക്കേഴ്സ്, അതുപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സ്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും, അതായത് കമ്പനികളിൽ, കടകളിൽ ഒക്കെ മൺഡേ ടു ഫ്രൈഡേ ആണ് ഇപ്പോൾ. മൺഡേ ടു ഫ്രൈഡേ ആണ് ഇപ്പോൾ. അതായത് 5 ദിവസമാണ് വർക്കിംഗ് അവേഴ്സ് ഫുൾ ടൈം ആയിട്ടുള്ളത്. അത് മാറ്റിയാണ് ഇപ്പോൾ 4 ഡേയ്സ് ആക്കി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കെയർ ഹോമിലെ കെയർ വർക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് വിസ പുതുക്കാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 വർഷത്തേക്കാണ് കൂടുതലും ആൾക്കാർക്ക് കെയർ വിസ കിട്ടിയിരിക്കുന്നത്. അപ്പം 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ വിസ പുതുക്കണം. അപ്പം അങ്ങനെ വിസ പുതുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ അത് പുതുക്കി കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ അവരോട് ചോദിക്കുമ്പോൾ എംപ്ലോയേഴ്സ് പറയും നിങ്ങൾ ഏജൻസി ത്രൂ പൊക്കോളാൻ പറയും. അപ്പം ഏജൻസി ത്രൂ പോകണമെങ്കിൽ പിന്നെയും 10,000-ഉം 10,000-ന് മുകളിൽ 15 വരെയൊക്കെയാണ് പൗണ്ട് അവർ ചോദിക്കുന്നത്, ഏജൻസികൾ. അപ്പോൾ അതിനുള്ള പണം എങ്ങനെ കണ്ടെത്താനായിട്ട് ഇവർ അങ്ങനെ പണമില്ലാതെ വിസ പുതുക്കാൻ പറ്റാതെയുള്ള ഭയങ്കര ഒരു പ്രോബ്ലത്തിലേക്കാണ് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എംപ്ലോയേഴ്സ് ഇപ്പോൾ ഒരു കെയർ ഹോമിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ മറ്റ്
എംപ്ലോയീസിൻ്റെ അടുത്ത് ഏജൻസിയുടെ അടുത്ത് വർക്കിന് പോകും. അങ്ങനെയുള്ളപ്പം അവർക്ക് ഔട്ട്സൈഡ് അവരുടെ കോൺട്രാക്റ്റ് നേഴ്സിംഗ് ഹോമിൽ നിന്ന് കോൺട്രാക്റ്റുള്ള നേഴ്സിംഗ് ഹോമിൻ്റെ ഔട്ട്സൈഡ് 20 hours വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 20 hours വർക്ക് ചെയ്താലും അവർക്ക് ഒരു കാര്യങ്ങൾക്കും ഒരു ആവശ്യത്തിനുള്ള പൈസ കിട്ടുന്നില്ല. അത് അങ്ങനെയുള്ളപ്പോഴെങ്ങനെയാണ് ഇവർ വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് അവർക്കും ഇങ്ങനെ വിസ പുതുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ള വിദേശ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ളതാണ്. അതായത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നേഴ്സസിന്റെയും കെയറേഴ്സിന്റെ ഒക്കെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ല. ഇപ്പൊ ചുരുക്കം ചില NHS ട്രസ്റ്റുകൾ പിന്നെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടെങ്കിലും അത് വളരെ ചുരുക്കമാണ്, കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇപ്പൊ COEs, അതായത് ഇന്റർവ്യൂ നടത്തി COEs കിട്ടിയിട്ടിരിക്കുന്നവർക്ക് പോലും, അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി COEസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് COEs കിട്ടുന്നില്ല. അതുപോലെ COEs കിട്ടിയാൽ പോലും അവർക്ക് ഇങ്ങോട്ടുള്ള വിസ പ്രോസസ്സിങ് എല്ലാം ഡിലേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഇവിടുത്തെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ് ഇനി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർ പിന്നെ ഈ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഇനി നടത്തുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഇനി എന്നാണ് ഇത് ഓപ്പണായി വരിക എന്നറിയത്തില്ല. NHSന് ഫണ്ടിങ് തീരെ കുറവാണ്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന NHSനോട് ചെലവ് ചുരുക്കി, അതായത് ചെലവ് ചുരുക്കി അവരുടെ കൂടുതൽ ഫണ്ടിങ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഇനി കൂടുതലായിട്ട് ഫണ്ട് ചെയ്യാനുള്ള താല്പര്യം ഗവൺമെൻറ് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫണ്ടിങ് കിട്ടുമെന്നുള്ള ഒരു ധാരണയും ഇല്ല. അതുമൂലം ഇപ്പോൾ NHS ഹോസ്പിറ്റലുകൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും നഴ്സിംഗ് ഹോമിലാണെങ്കിലും കെയർ ഹോമുകളിലാണെങ്കിലും ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കാര്യമായിട്ട് നടക്കാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ധാരാളം നഴ്സുമാരാണ് IELTS OET ഒക്കെ പാസ്സായിട്ടിരിക്കുന്നവർ അവരുടെ ഈ ഇതെല്ലാം IET OETയുടെ സമയം എക്സ്പയർ ആകുമെന്നുള്ളൊരു പേടിയിലിരിക്കുന്നവരുണ്ട്. ഒരു തീർച്ചയില്ല ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് സമയം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം സമയം വെയിറ്റ് ചെയ്ത് കളയാതെ അവർ മറ്റ് രാജ്യങ്ങളിലേക്കും കൂടെ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക്, ന്യൂസിലാൻഡ് അങ്ങനെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നോക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഇപ്പോൾ ഈവൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോലും കുറച്ച് വർഷങ്ങളിലേക്ക് പോയിട്ട് പിന്നെ ഇവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.